കണ്ണാപ്പി ഇന്ന് ലൈവ് ഒന്നില്ലായിരുന്നോടാ? ഞാൻ ദിവസം ഇപ്പൊ ലൈവ് ഉണ്ടെണ്ണ. ഞാനിപ്പോ ഡെയിലി ഉണ്ടാ, നമ്മൾ രണ്ടുപേരും റെഗുലർ ആയല്ലേ അണ്ണാ നമ്മൾ രണ്ടുപേരാണ് ഇപ്പൊ ടിവിയിൽ റെഗുലർ ലൈവ് സ്ട്രീമേഴ്സ്. ഞാൻ ഒരു ദിവസം അങ്ങനെ മുടക്കാൻ പറ്റുമോ അണ്ണാ? നമ്മുടെ അരിയല്ലേ അണ്ണാ അന്നം. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തോ ഒന്നെങ്കിൽ 3D പ്രിന്റർ അല്ലെങ്കിൽ വേറെന്തോ ആണ്. നീ എന്തോ മേടിക്കാൻ വെച്ചിരിക്കുക? ഇല്ലണ്ണ, ഇല്ല. ഞാൻ അണ്ണാ വീട്ടുകാരെ നോക്കണം ഇനി, അതാണ് എന്റെ ലക്ഷ്യം. ഡാം അതേ ഉള്ള എന്റെ ആകെ ലക്ഷ്യം. അച്ഛനെ നോക്കണം നല്ല രീതി. അച്ഛൻ സന്തോഷിച്ചിരിക്കണം അണ്ണ. എന്റെ ആകെ ലക്ഷ്യം അണ്ണ. ഇപ്പം ജീവിതത്തിൽ എനിക്കിപ്പോ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അണ്ണ അവരെ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗോളൊക്കെ അടിക്കാൻ പറയുന്നത്. അല്ലെ പറഞ്ഞ അല്ല അണ്ണാ, അല്ലേ നമ്മളെ ഈ ഗോളൊക്കെ അടിക്കുന്നുണ്ടെ കുറ്റപ്പെടുത്തേ. അല്ലെ പറഞ്ഞാ ഗോളൊക്കെ അടിക്കാൻ അതുകൊണ്ടൊക്കെയാ പറയുന്നേന്ന്. അതുകൊണ്ടാ പറയണല്ലേ കഷ്ടം ഗൈസ്. അവന്റെ അച്ഛനെയും അമ്മയൊക്കെ അവർക്ക് അവന് നോക്കണം ഗൈസ്. അത് അത് പറഞ്ഞപ്പോഴാ നീ എന്താ മറ്റേ കൊണാത പോഡ്കാസ്റ്റിന്റെ പ്ലേ ബട്ടൺ മറച്ചു വിറ്റല്ലേ? അത് ഞാൻ എത്ര ദിവസം അണ്ണന്റെ അടുത്ത് നിന്ന് വിളിക്കുന്ന അണ്ണ അതിന്റെ ഐഡി താന്ന്. പിന്നെ അണ്ണ ഈ പ്രശ്നത്തിന്റെ പിന്നെ ചോദിക്കാഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, അതിനകത്തുനിന്ന് ആഡ്സെൻസ് റവന്യൂ എടുത്തല്ലേ നീ ഐഫോൺ മേടിച്ചത്? അതാ എന്തൊക്കെയാ പറയുന്നത്? അത് മറിച്ചതേ ഉള്ളു, മേടിച്ചില്ല. മറിച്ചു അണ്ണ അറിഞ്ഞില്ലേ? ഇല്ല, പേയ്മെന്റ് ഐഫോണായി. വീട്ടിൽ വന്ന് കുത്തിരി പിടിച്ച് മേടിക്കുവേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആ പോഡ്കാസ്റ്റ് തോന്നുമ്പം കാണുമ്പോ നിങ്ങക്ക് ഇവൻ എന്തെങ്കിലും ഇത് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ലടാ, പ്രതിഭ പോട്ടെ, അതിനകത്ത് ഇരിക്കുന്ന കാര്യം പോട്ടെ. ഈ ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ബാക്കി ഇതെല്ലാം ഇതൊക്കെ എടാ ഒന്നും ഇവന് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് എടാ നാളെ ആസിഫലിയ വിഷയമാണോ, വിഷയം എവിടെ വരണം? എന്നിട്ട് പോഡ്കാസ്റ്റിന്റെ ഷൂട്ടിന്റെ ഡേ ആവുമ്പോ അവിടെ വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ വരും. ഓക്കേടാ. ഇനിയും തൊട്ട് അടുത്ത പോഡ്കാസ്റ്റ് എന്നാ എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? എടാ അതിനകത്ത് ആകെ എത്ര 4-5 വീഡിയോ ചെയ്തു നമ്മള്. പക്ഷെ പോഡ്കാസ്റ്റിന് ഡ്യൂറേഷൻ കൂടുതലായോണ്ട് ആഡ് റേറ്റ് കൂടുതലാണ്. നമുക്ക് എത്ര കിട്ടിയടാ കണ്ണാപ്പി? എല്ലാം കൂടെ 2 എല്ലാം കൂടെ 2 ലക്ഷം. 2 ലക്ഷം രൂപ ഗൈസ്. ഇല്ല, വിഡ്രോ ചെയ്തെടുത്തത് മറ്റേ അണ്ണ എന്റെ മൊത്തം പോയില്ല. അന്ന് ക്രോം മൊത്തം റീസെറ്റ് ആയപ്പോഴാണ് എന്റെ മെയിൽ ഉൾപ്പെടെ പോയത്. എന്റെ 2 മെയിൽ ഉൾപ്പെടെ. ഞങ്ങളത് വിഡ്രോ ചെയ്തിട്ടില്ല. ഞങ്ങള് പോഡ്കാസ്റ്റിന് ഒരു സ്റ്റുഡിയോ പണിയാന്ന് വിചാരിച്ച് അതിനകത്ത് തന്നെ നമ്മുടെ വലിയൊരു പ്ലാൻ പോലെ. മിക്കവാറും സ്റ്റുഡിയോയിലായിരിക്കും ഒരു പോഡ്കാസ്റ്റ്. അത് എടുത്തിട്ടില്ല ഇതുവരെ, അത് എടുത്തിട്ടില്ല, പൈസ എടുത്തിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുക അതിനകത്ത്. അത് പോഡ്കാസ്റ്റിന് നല്ല കുറച്ച് എക്യുപ്മെന്റ്സ് മേടിക്കണം എന്നായിരുന്നു ആദ്യം ഇത്. അപ്പൊ അങ്ങനെ ഇതാക്കാൻ ബ്രോ. ഒരു പോഡ്കാസ്റ്റ് 1 മണിക്കൂറുണ്ട്, മനസ്സിലായ? 1 മണിക്കൂറുണ്ട് ഒരു പോഡ്കാസ്റ്റ്. അപ്പൊ എത്രത്തോളം ആഡ് ഈ പോഡ്കാസ്റ്റ് കാണുന്നവർക്ക് ഏറ്റവും വില്ലനായിട്ട് വരുന്നൊരു സാധനമായിരിക്കും ആഡ്. ഏറ്റവും കൂടുതൽ വില്ലനാവുന്നത് ആൾക്കാർക്ക് പോഡ്കാസ്റ്റ് കാണുമ്പോഴായിരിക്കും, മനസ്സിലായോ? സത്യം. കാരണം അത്രയും ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് ഒത്തിരി ആഡ് വരും. അവരതിന്റെ ഇതാക്കും ഇതായിട്ട്. ഗ്യാങ് ഫണ്ട് വിന്നർ അപ്പാപ്പൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് വയ്യ. പുള്ളി ആ ലോഗ് നോക്കിയിട്ട് റെഡി ആയിട്ട് പറയാന്നാ പറഞ്ഞത്. ഇതുവരെ പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി ആക്റ്റീവ് ആയിട്ടില്ല. മറ്റേ ഇവൻ എനിക്ക് അന്നുകൊണ്ട് തന്നൊരു വിഷപ്പനി ഇല്ല, എനിക്ക് ലിപ് ലോക്ക് ചെയ്ത് കടിച്ചു കുറച്ച് ഒരു ഇത് തന്നില്ലായിരുന്നു ഈ കണ്ണാപ്പി. അതുപോലത്തെ ഒരു പനി അങ്ങേർക്ക് പിടിച്ച് തൊണ്ടയും വയ്യ, സംസാരിക്കാനും വയ്യ, അനങ്ങാതെ ഇരിക്കണം പാവം. എടാ ഞാനിപ്പോ ഇല്ല, ഞാൻ നാളെ വീട്ടിൽ പോവാ. ഇന്ന് രാത്രി വീട്ടിൽ പോയി, ലൈവ് കഴിഞ്ഞാൽ വീട്ടിൽ പോവാ. ആണല്ലേ? എനിക്കത് ഫീൽ ആയേ. എടാ ഞാൻ കുറച്ച് ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് വരാം. താഴെ ഉണ്ടാവും.